ഹലോ ഗായ്സ്, അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വന്നു കേട്ടോ. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടാണ് പോണേന്നല്ലേ, അതൊക്കെ സ്ഥലം എത്തുമ്പോൾ പറയാന്നേ. ഞാനിവിടെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാളവിടെ പോത്തുപോലെ കിടന്നുറങ്ങുക. ഇവളുടെ ഉറക്കം കണ്ടാൽ തോന്നി ഇവൾ ഇന്നലെ രാത്രി കോഴീനെ പിടിക്കാൻ പോയേക്കുവാണെന്ന്. അങ്ങനെ ദേ നമ്മുടെ ചങ്കത്തിയും കൂടി വന്നു. ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പ് കറക്റ്റായത്. 3 പേര് ഒന്നിച്ചാൽ പിന്നെ പറയേ വേണ്ട. അങ്ങനെ സംസാരിച്ച് സ്റ്റേഷൻ്റെ പേര് വായിച്ചുകൊണ്ട് സ്ഥലത്ത് ഇറങ്ങാൻ പറ്റി. അല്ലെങ്കിൽ വേറെ വല്ല പട്ടിക്കാട്ടിലും പോയി ഇറങ്ങിയേനെ. നമ്മൾ കൊവൻട്രിയിലേക്കാട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു ഊബറൊക്കെ വിളിച്ചിട്ട് ഒരു കോഫി ഷോപ്പിലേക്ക് പോയി. വൂസ്റ്ററിനേക്കാളും കൊവൻട്രിയിൽ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 കോഫിയും പിന്നെ ജിസ്ന ഒരു ബ്രെഡ് ടോസ്റ്റ് ഓർഡർ ചെയ്ത് കഴിച്ചു. അതും കഴിഞ്ഞ് ഞങ്ങൾ കൊവൻട്രി കത്തീഡ്രലിലേക്കാണ് പോയത്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ വരുന്നത്. പിന്നെ ഈ തുള്ളിച്ചാടി പോണതേ കേരള കഫേലോട്ടാട്ടോ. മെനു ഒക്കെ കണ്ട് കിളി പാറിയിരിക്കുക. എന്നാലും ഓർഡർ ചെയ്തതെല്ലാം കഴിച്ചു തീർക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. പാനിപ്പൂരി എന്നാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റംസൊക്കെ വന്നു. ഞാനും ജസ്റ്റിനെ കപ്പയും മീൻകറി ആട്ടോ കഴിക്കണേ. അനുപ്രി മേടിച്ചത് മലബാർ ബിരിയാണിയാണ്. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന ശരിക്കും ബിരിയാണി ആട്ടോ. ഇത് ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തായിരുന്നു ഇത്രയും നാളായിട്ട്. പിന്നെ ഞാൻ മഹാരാജ കേഴിപ്പോടോട്ട് ട്രൈ ചെയ്തു. ഞങ്ങൾ 3 പേര് ഇത് ആദ്യമായിട്ടാണ് കഴിക്കണേ. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിട്ടോ. നല്ല തണുപ്പായിരുന്നു പുറത്ത്. ഈ സ്ഥലം ശരിക്കും ഒരു ഹൊറർ വൈബ് തരുന്ന ഒരു സ്ഥലം പോലെ ഉണ്ടായിരുന്നു. കുറച്ച് പ്രാവുകളും താറാവും കൊക്കൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. വേറെ അങ്ങനെ അധികം ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അതിൽ കൂടെ കുറച്ച് നേരം കളിച്ച് ചിരിച്ചൊക്കെ നടന്ന് ഇവിടെയുള്ളപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു ഞങ്ങൾ വീണ്ടും ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ വേണ്ടി പോയി. എന്നാ ചെയ്യാനാ, ഭയങ്കര തണുപ്പായി പോയില്ലേ. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും പിരിയാനുള്ള സമയമായി. ദേ അനുപ്രിയയുടെ സ്റ്റേഷനെത്തി. അങ്ങനെ അനുപ്രിയ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബൂസ്റ്ററിലേക്കുള്ള ട്രെയിൻ പിടിച്ച് ഞങ്ങളും പോയി. അപ്പോൾ ഓക്കെ, ബായ്.